ഈ ശിംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് വിശുദ്ധ പത്രോസ്ലീഹയുടെ ലേഖനത്തിലെ 1 പത്രോസ് 5 7-8 തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കാനുള്ള ഇന്ദ്രിയങ്ങളുടെ അല്ലെങ്കിൽ മനസ്സിൻ്റെയോ ചായ്വുകളാണ് പ്രലോഭനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ വ്യതിചലിപ്പിക്കുന്ന പ്രേരണകളാണ് പ്രലോഭനങ്ങൾ. വേണ്ട എന്ന് ഉള്ള് മന്ത്രിക്കുമെങ്കിലും നിയന്ത്രിക്കാനാവാത്ത വിധം ആകർഷിക്കുന്ന ചോദനകൾ. ഉദാഹരണത്തിന്, പ്രമേഹ രോഗിയായ ഒരാൾക്കറിയാം മധുരം താൻ ഒഴിവാക്കേണ്ടതാണെന്ന്. എങ്കിലും ഐസ്ക്രീം വിളമ്പുമ്പോൾ അതിനോട് വല്ലാത്തൊരു ആകർഷണം അനുഭവപ്പെടുന്നു. വേണ്ട എന്ന് പറയാൻ സാധിക്കാത്തതും അതിൻ്റെ നിറവും മണവും രുചിയും ഓർമ്മയും ഇന്ദ്രിയങ്ങളിൽ നിറയുമ്പോൾ അയാൾ പ്രലോഭനത്തിൽ വീണു പോകുന്നു. എപ്പോഴുമൊന്നും ഇല്ലല്ലോ, ഇൻസുലിൻ എടുക്കുന്നുണ്ടല്ലോ, ഈ ഐസ്ക്രീം തിന്നിട്ട് ചാവുന്നെങ്കിൽ ചത്തുപൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഒരു മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് അത് കഴിക്കാനായിട്ടുള്ള അവസ്ഥ അദ്ദേഹം കണ്ടുപിടിക്കുന്നു. ഇത്തരത്തിൽ അപഗ്രഥിച്ചാൽ ഏതൊരു പ്രലോഭനം നമ്മെ പരാജയപ്പെടുത്തുന്നത് തെറ്റിനെ ശരിയെന്ന മട്ടിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. താൻ ചെയ്യുന്നതിൽ ഒരു ശരിയുണ്ടെന്ന് തൽക്കാലത്തേക്ക് തോന്നി പോകുന്നു. പിന്നീട് അതിൽ ദുഃഖിക്കേണ്ടി വരുമെങ്കിൽ കൂടി, അതറിയാമെങ്കിൽ കൂടി ആ പ്രലോഭനത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്നു. പർദീസായിലുണ്ടായ ആദ്യ പ്രലോഭനം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മതി ഏതൊരു പ്രലോഭനത്തിൻ്റെയും സംഭവിക്കുന്നതെന്ന് വ്യക്തമാകാനായിട്ട്. വിലക്കപ്പെട്ട കനി തിന്നരുതെന്ന് ഹവായ്ക്ക് അറിയാഞ്ഞിട്ടല്ല, എന്നാൽ അത് ഭക്ഷിക്കാനുള്ള ചില കാരണങ്ങൾ യുക്തിപരമന്യെ തോന്നിപ്പിക്കാത്ത വിധത്തിൽ പ്രലോഭകൻ ഹവായുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ബാഹ്യമായ ഒരു സർപ്പം എന്നതിലുപരി ആസ്വാദ്യമായി തോന്നുന്ന എന്തിനോടും ഇന്ദ്രിയങ്ങളിൽ അനുഭവപ്പെട്ടാകുമെന്ന മമത തന്നെയാണ് ഹവായെ പഴത്തിലേക്ക് ആകർഷിക്കുന്നത് എന്ന് കരുതിയാൽ മതി. അതിനെ പ്രതീകാത്മകമായി സർപ്പം എന്ന മട്ടിൽ തിരുവചനം അവതരിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. സത്യത്തിൽ ആ പഴത്തിന് ചില സവിശേഷ ഗുണങ്ങളുണ്ടാവാം എന്നത് മനസ്സ് കണ്ടെത്തിയ കാരണങ്ങളാണ്. ആ കാരണങ്ങളിൽ ഒരു ശരിയുണ്ടെന്നും യുക്തിയുണ്ടെന്നും തോന്നിയപ്പോഴാണ് പ്രലോഭനത്തിൽ ഹവ വീണു പോകുന്നത്. വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കുന്നത് അഭികാമ്യമാണ് എന്ന് അവൾക്ക് തോന്നി എന്നാണ് മലയാളത്തിൻ്റെ വ്യക്തമായ വിവർത്തനം നൽകപ്പെട്ടിരിക്കുന്നത്. അഭികാമ്യം എന്ന വാക്കിൻ്റെ അർത്ഥം, കൃത്യമായ അർത്ഥം ഇപ്പോൾ ശരിയായി കിട്ടുന്നത് എന്നുള്ള വ്യക്തമായ അർത്ഥമാണുള്ളത്. താൻ ചെയ്യുന്നതിൽ ഇപ്പോൾ ശരിയുണ്ടെന്ന് ബോധ്യപ്പെടുന്നതിലാണ് പ്രലോഭനത്തിൻ്റെ മർമ്മം കേന്ദ്രീകൃതമായിരിക്കുന്നത്. തെറ്റെന്ന് മനസ്സിലാക്കി പറയുന്ന കാര്യത്തിൽ താൽക്കാലികമായ ഒരു ശരി മനസ്സ് തിരഞ്ഞു കണ്ടെത്തുന്നു, അത് നിവർത്തിക്കുന്നു. കടിഞ്ഞൂലവകാശം തനിക്ക് എത്രമേൽ പ്രധാനപ്പെട്ടതാണെന്ന് അറിയാഞ്ഞിട്ടല്ല ഏസാവ് അത് നഷ്ടപ്പെടുത്തിയത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ജ്ഞാനോ അതിൽ ഉൽപ്പത്തിയുടെ 25 32 വ്യക്തമായി പറയുന്നുണ്ട്. അനിയനോട് പറയും, യാക്കോബിനോട് പറയോ, ഞാനോ വിശന്ന് ചാകാറായി, കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്ക് ഇപ്പോൾ എന്ത് പ്രയോജനം എന്നാണ് അയാൾ കണ്ടെത്തുന്ന ന്യായം. പ്രലോഭനത്തിന് വിധേയനാവുന്ന ആളെ അങ്ങനെ ചില ന്യായങ്ങൾ, ആ കുറച്ചു നേരത്തെ വിശപ്പിൻ്റെ പ്രലോഭനം കൊണ്ട് ആ മൂത്ത സഹോദര സ്ഥാനം എന്നുള്ള സ്ഥാനം അതിൾക്ക് ജീവിതത്തിൽ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യരുതായിരുന്നു, പറയരുതായിരുന്നു എന്നൊക്കെ പിന്നീട് നമ്മൾ ഓരോരുത്തരും നെടുവേർപ്പെടുന്ന ഏത് നിമിഷത്തെയും അപഗ്രഥിച്ചാൽ ആ സമയത്ത് അത് അഭികാമ്യം എന്ന് തോന്നിപ്പോയിരുന്നു എന്ന് കാണാം.
കെണിയിൽ വെച്ച തേങ്ങപ്പോൾ തിന്നാന്ന് ഒരുങ്ങുമ്പോൾ എലി സ്വയം കണ്ടെത്തിയ ന്യായം ഇങ്ങനെയാണത്രേ: കെണിയെന്നറിയാം, അത് നീയാണെന്നറിയാം, എങ്കിലും വിശപ്പിനേക്കാൾ വലുതല്ലോ മരണം എന്നുള്ള ന്യായങ്ങൾ പ്രലോഭനകരമായ അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് പ്രലോഭകന്റെ ഒരു വിജയമാണ്. മരുഭൂമിയിൽ യേശുവിനുണ്ടായ പ്രലോഭനങ്ങളും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ദേവപുത്രനായ താൻ എന്തിനു വിശന്നിരിക്കണം? കല്ലിനെ അപ്പമാക്കി ഭക്ഷിച്ചുകൂടെ എന്നതാണ് ശരിയെന്ന് തോന്നിപ്പോയാക്കാവുന്ന ആദ്യത്തെ ന്യായവാദം. കുറുക്കു വഴിയിലൂടെ പ്രശസ്തിയും അധികാരവും നേടാനുള്ള ചോദനയാണ് അടുത്ത രണ്ട് പ്രലോഭനങ്ങളിലും ഉള്ളത്. ദൈവപുത്രനാണെന്ന് തെളിയിക്കേണ്ടത് ദൈവരാജ്യ പ്രഘോഷങ്ങളോട് ആവശ്യമാണെന്നും അതിന് എളുപ്പമുള്ള വഴികളാണ് എന്നുമാണ് പ്രലോഭനത്തിലെ ഒരു യുക്തി ആ സമയത്ത് കടന്നു വന്നത്, പ്രലോഭനം കൊണ്ടുവന്നത്. ചുരുക്കത്തിൽ, ശരിയെന്ന് തോന്നിപ്പോകുന്ന ഒരു താൽക്കാലിക യുക്തിയിലേക്ക് മനസ്സിനെ വശീകരിച്ച് വിശ്വസിപ്പിക്കുന്നതിലൂടെ മനുഷ്യനെ ദൈവഷ്ടങ്ങളിൽ നിന്ന് അകറ്റിക്കളയുകയാണ് ഏത് പ്രലോഭനത്തിലും ആത്യന്തികമായി സംഭവിക്കുന്നത്. പ്രലോഭനങ്ങളെ എങ്ങനെ വിജയിക്കാനാവും, എങ്ങനെ നേരിടാനാവും? മരുഭൂമിയിലെ യേശു തന്നെയാണ് അതിൻ്റെ വ്യക്തമായ മാതൃക മനുഷ്യന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. പർദീസയിൽ അരുതെന്ന് വിലക്കപ്പെട്ടപ്പോൾ കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കാനുള്ള പ്രലോഭനത്തെ തീവ്ര വിശപ്പിൻ്റെ വേളയിലും നിഷേധിച്ച് യേശു വിജയിക്കുന്നു. ഏസാവ് വിശപ്പിന് മുന്നിൽ കടിഞ്ഞുള്ള അവകാശം നഷ്ടപ്പെടുത്തിയപ്പോൾ യേശു വിശപ്പടക്കാനുള്ള പ്രലോഭനത്തെ അതിജീവിച്ച് ദേവപുത്രനാണ് തെളിയിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. 40 നാൾ ഉന്നതമായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ചപ്പോൾ ലഭിച്ച മനോബലവും പിതാവിനോടുള്ള സഹവാസത്തിലൂടെ ആത്മാവിൽ ലഭിച്ച കൃപയുമാണ് യേശുവിന് അത് നേടിയെടുക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ അത് പറയാനായിട്ട് സാധിച്ചത്. അത് പ്രലോഭനങ്ങളെ തടയാനായിട്ട് തുണയായത് അത് മാത്രമാണ്. മാത്രമല്ല, ഓരോ പ്രലോഭനത്തിലും അടങ്ങിയിരിക്കുന്ന താൽക്കാലിക യുക്തിയെ നിത്യസന്ധമായ തിരുവചനങ്ങളാൽ യേശു ഖണ്ഡിക്കുന്നുണ്ടായിരുന്നു. എത്രത്തോളം കൃപ സംഭരിച്ചാലും അത് മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ യാത്ര എപ്പോഴുമെങ്കിലും അത് നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്ക് ഉപകരിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. ആ കൃപയുടെ തോത് അനുസരിച്ചിട്ട് പ്രലോഭനങ്ങളിൽ നിന്നിട്ട് നമുക്ക് മാറിപ്പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് വചനത്തിൽ, വിശുദ്ധ പത്രോസിന്റെ വചനത്തിൽ പറയുന്നത്, നമ്മൾ വായിച്ചു കേട്ടത്, പിശാച് അലറുന്ന സിംഹത്തെ പോലെ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പോൾ പ്രലോഭകൻ ചുറ്റി നടക്കുകയാണ്. അതിൽ വീഴാതെ പിടിച്ച് ദൈവവചനത്തെ മുറുകെ പിടിച്ച് ഒരു തരത്തിലും ഏത് പ്രലോഭനം വന്നാലും അതിൽ വീഴാതെ മുറുകെ പിടിച്ച് മുന്നേറണമെങ്കിൽ ആത്മീയ ചൈതന്യം കൂടെ വേണം. അല്ലെങ്കിൽ മനുഷ്യരായി ജനിച്ചവരെല്ലാവരും പ്രലോഭനത്തിൽ വീണു പോകും. ആ ചൈതന്യം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ പിശാച് ആരെ വിഴുങ്ങണം എന്ന് അട്ടഹസിച്ചുകൊണ്ട് അടുക്കുകയാണ്, ആൾറെഡി വിളിച്ചടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും വിഴുങ്ങിക്കളയാം. പ്രലോഭകൻ പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ പാപങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ പ്രലോഭനത്തിന് കുറച്ച് നേരത്തേക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിജയിച്ചിരിക്കും. ഈ ലോകത്തിലെ സകല തെറ്റുകളും ആ പർട്ടിക്കുലർ മൊമെന്റിൽ നടക്കുന്ന തെറ്റായ തീരുമാനങ്ങളിൽ കൂടി നടക്കുന്നതാണ്. ആ പ്രലോഭൻ ആ സമയത്ത് വിജയിക്കുന്നതിലാണ്. ആ പർട്ടിക്കുലർ മൊമെന്റിൽ നമ്മൾ തോൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ കെണിയിൽ പെട്ടുപോകുന്നത്. തേങ്ങാപ്പോളിൽ വെച്ച് എലി ട്രാപ്പിൽ ചെന്നപ്പെടുന്ന പോലെ, ആ പ്രലോഭനത്തിൽ ചെന്നപ്പെടുന്ന പോലെ ഒരുപാട് പ്രലോഭനം പല രീതിയിൽ നമ്മുടെ നാട്ടിൽ ഭൗതികമായിട്ടും ആത്മീയമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ
രാ ഏത് നിമിഷത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പൈസയ്ക്ക് ആർത്തിക്കുള്ള പ്രലോഭനങ്ങൾ, കൂടുതൽ പൈസ കിട്ടാനുള്ള പ്രലോഭനങ്ങളിൽ പിന്നെ മുഴുവൻ നശിച്ചു പോവാണ്. നമ്മുടെ എത്രയോ നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ, അല്ലെങ്കിൽ കേരളത്തിൽ ഒട്ടുമുട്ടുക എല്ലാ ആളുകൾ ഒരു ചതി പറ്റാത്ത ഏതെങ്കിലും വ്യക്തി ഉണ്ടായിരിക്കുമോ? സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ലക്ഷങ്ങളും പൈസയും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ തന്നെയാണ്. പലരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രലോഭനത്തിൽ നിന്നിട്ട് രക്ഷ നേടണമെങ്കിൽ ശക്തമായ ദൈവിക കരുത്ത്, ദൈവമായ കൃപ നമ്മളിൽ ഉണ്ടായിരിക്കണം. നമുക്കതിനു വേണ്ടിയിട്ട് വചനത്തിലൂടെ അവൻ പിശാച് ആരെ വീഴുകണമെന്ന് നോക്കി അലറി വിളിച്ച് നടക്കുകയാണ്. അതിൽ ചെന്നപ്പെടാതെ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലായിരിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് വിട്ടുകൊടുക്കാം. യേശുവേ, ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിൻ്റെ അഭിഷേകത്താൽ, നിൻ്റെ സംരക്ഷണ വലയത്താൽ ഞങ്ങളെ ആയിരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.